ഹായ് ഗൈസ്, വെൽക്കം ടു AV ചാനൽസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ മുട്ട ബിരിയാണിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം. ആദ്യം നമ്മൾ പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം അതൊന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചതിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച സവാള ഇട്ടിട്ട് നല്ലപോലെ വീണ്ടും അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട ശേഷം നമ്മൾ ഉള്ളി നല്ലപോലെ ഇടവിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട ശേഷം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നല്ലപോലെ വീണ്ടും നമുക്ക് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ആവശ്യമായിട്ടുണ്ട്. അതുകൂടി ഇട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് മസാല പിടിക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആവുന്നുണ്ട്. നമ്മൾ നേരത്തെ പുഴുങ്ങാൻ വച്ച മുട്ടയുണ്ട്, അത് നമുക്ക് തൊലി കളഞ്ഞെടുത്തിട്ട് വരാം. തൊലി കളഞ്ഞ ശേഷം നമ്മൾ ഈ മസാലയിലോട്ട് ഈ മുട്ട വെച്ചിട്ട് നമ്മളും അതിലുള്ള മസാല ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ നമുക്ക് അതിന് ചോറ് തയ്യാറാക്കാം. ബിരിയാണി റൈസ് നമുക്ക് തയ്യാറാക്കാം. അതിനാദ്യം നമ്മൾ അടുപ്പിലേക്ക് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ആ കുക്കറിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് നല്ലപോലെ ഇളക്കിയ ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇടുന്നുണ്ട്. അതിട്ട ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ബിരിയാണി അരി കഴുകിയിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഈ അരി ഇട്ട ശേഷം ഇത് നല്ലപോലെ ഒരു 3-4 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കണം. ഇളക്കിയ ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. കുക്കർ അടച്ച് വെച്ച ശേഷം നമ്മൾ 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. 2 വിസിൽ വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യണം? കുക്കർ ഓഫ് ചെയ്ത് ഇതിലുള്ള റൈസ് വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ മസാലയിലേക്ക് ദമ്മിടുന്നത് പോലെ ഇട്ടിട്ട് അതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ ഉള്ളി നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതും, പിന്നെ നമ്മുടെ മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഇട്ട ശേഷം നമ്മളിത് കുറച്ച് സമയമൊന്ന് അടച്ചു വയ്ക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ലൈക്കും ചെയ്യണം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്.